മറ്റൊരു സോഷ്യൽ മീഡിയ വിവാദത്തിന് തിരികൊളുത്തിരിക്കുകയാണ് വ്ളോഗർ കുഞ്ഞാൻ പാണ്ടിക്കാട്. മുൻപ് പല വിമർശനങ്ങളും കുഞ്ഞാന് നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിലും ഇത്തവണ അല്പം വലിയ വിവാദം തന്നെയാണ് കത്തുന്നത്. കടബാധ്യത മൂലം ബുദ്ധിമുട്ടുന്ന ഒരാൾക്കായി ഭാഗ്യക്കുറി നറുക്കെടുപ്പാണ് കുഞ്ഞാൻ പാണ്ടിക്കാട് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രൊമോട്ട് ചെയ്തത്. 1000 രൂപയുടെ ടിക്കറ്റുകളാണ് വിറ്റത്. ആയിരക്കണക്കിന് ആളുകളാണ് ടിക്കറ്റ് എടുത്തതെന്നാണ് സൂചന. 1ാം സമ്മാനമായി വീടും 2ാം സമ്മാനമായി മാരുതി ജിമ്നിയും മറ്റ് സമ്മാനങ്ങളായി വാഹനങ്ങളാണ് നൽകുമെന്ന് ടിക്കറ്റുകളിലുണ്ടായിരുന്നത്. എന്നാൽ നറുക്കെടുപ്പ് കഴിഞ്ഞ് വീഡിയോകൾ എത്തിയതോടെയാണ് സംഭവത്തിന് പിന്നിൽ തട്ടിപ്പുണ്ടെന്ന് ആക്ഷേപമുയർന്നത്. നറുക്കെടുപ്പ് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ നടത്തിയെന്നാണ് ആരോപണം. വളരെയധികം താഴേക്ക് കൈയിട്ട് എടുത്ത ആ കൂപ്പൺ ബോക്സിൽ ഒട്ടിച്ചു വെച്ചിരുന്നതാണെന്നാണ് ആക്ഷേപം. സംഭവം വിവാദമായതോടെ അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമനയും വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ഗവൺമെന്റ് ഓഫ് പാണ്ടിക്കാട് എന്ന സമാന്തര ലോട്ടറി വകുപ്പിന്റെ ലോട്ടറികൾ എടുത്ത് പറ്റിക്കപ്പെട്ടു എന്ന് സംശയമോ സന്ദേഹമോ പരാതിയോ ഉള്ളവർക്ക് കമന്റ് ചെയ്യാം. അതിൽ പരാതിപ്പെടാനുള്ളവർക്ക് എല്ലാവിധ നിയമസഹായങ്ങളും നൽകുന്നതാണെന്നാണ് പറയുന്നത്. ലോട്ടറി സ്ലിപ്പും തെളിവുകളും പരാതികൾക്ക് കാരണമായ വിവരങ്ങളും ഉൾപ്പെടെയുള്ള വിവരങ്ങളുമായി അഡ്വക്കേറ്റ് പെരുമനയെ ബന്ധപ്പെടുകയാണെങ്കിൽ പൊതുജന താൽപര്യാർത്ഥം അത് കേസാക്കാമെന്നാണ് ശ്രീജിത്ത് പെരുമന ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത്. നിരവധി വ്ളോഗർമാരും വിഷയത്തിൽ റിയാക്ഷൻ വീഡിയോ ആയി പങ്കുവെക്കുന്നുണ്ട്. അതിനിടയിൽ താൻ ഒരു രൂപ പോലും ആരെയും പറ്റിച്ചിട്ടില്ലെന്നും എല്ലാം വെറും വിവാദമാണെന്നുമാണ് പാണ്ടിക്കാട് കുഞ്ഞാൻ നൽകിയ വിശദീകരണം. അതേസമയം ഈ നറുക്കെടുപ്പ് തട്ടിപ്പിൽ അടിയന്തര അന്വേഷണത്തിന് ഉത്തരവിട്ട് സംസ്ഥാന പോലീസ് മേധാവി. തട്ടിപ്പിനെക്കുറിച്ച് അടിയന്തരമായി അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് സംസ്ഥാന പോലീസ് മേധാവി മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. തട്ടിപ്പിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസും ഇടപെട്ടിട്ടുണ്ട്. സമാനമായ എല്ലാ കൂപ്പൺ തട്ടിപ്പുകളെക്കുറിച്ചും അന്വേഷിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സംസ്ഥാന പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകിയതായി സുപ്രീം കോടതി അഭിഭാഷകനായ ശ്രീജിത്ത് പെരുമന അദ്ദേഹത്തിന്റെ FB പോസ്റ്റിലൂടെ അറിയിച്ചിട്ടുമുണ്ട്. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.